സുഹൃത്തുക്കളെ, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെ കേട്ടോ. ഞാൻ രാവിലെ കള്ളും കൊണ്ട് കൊടുത്ത് വന്ന് തോട്ടത്തിൽ വന്നതാണ്. ഇതുപോലൊരു നല്ലൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം. ഇതാ ഒരു ടാപ്പ്, അടുത്ത് തന്നെ വെള്ളം, അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സ്ഥലത്തിൻ്റെ ഓണർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അയാൾ ചെയ്തു തരുന്നു. ഒന്നും വാടകയൊന്നും കൊടുക്കണ്ട. ഗ്യാസ് കുറ്റിയുണ്ട്, പിന്നെ എല്ലാ സൗകര്യവും, പാത്രങ്ങളുണ്ട്. അപ്പോൾ രാവിലെ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ട പണിയേ ഉള്ളൂ നമുക്ക്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലെ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക തന്നെയാണ് ലക്ഷ്യം. നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമില്ലേ. അത് സാധനങ്ങളെല്ലാം നമ്മളെ ഞാനിന്ന് വെണ്ടയ്ക്ക ഉണ്ടാക്കി. വെണ്ടയ്ക്കൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കാം. ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ വെണ്ടയ്ക്ക കഴുകുന്നത്. അപ്പോൾ ഹോട്ടലിലാവുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് നമ്മളെ സംതൃപ്തിക്കനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അത് ഞാനിന്ന് കഞ്ഞിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുക, സ്വന്തമായി അലക്കുക, സ്വാശ്രയ ജീവിതം കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് അതിനൊരു സംതൃപ്തി ഉണ്ട്. അത് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഒരു ചില്ലിത്തോട്, ഇതുവഴി ഒരു ചില്ലിത്തോട് ഒഴുകുന്നുണ്ട്. ഒന്നുണ്ടാ. ഇത് അലക്കാനും കുളിക്കാനും എല്ലാ സൗകര്യവും ഇടാം. എവിടെയും വെള്ളത്തിലൊന്നും പോകണ്ട. ഇത് മച്ചൂർ മലക്കുന്ന് വരുന്നൊരു ചില്ലിത്തോടാണ്. അപ്പോൾ നല്ല ശുദ്ധജലമാണ്. കുടിക്കാനൊന്നും പറ്റില്ല, അലക്കാനും കുളിക്കാനും എല്ലാം നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം, ഒരു ദിവസത്തെ ജീവിതം. അപ്പോൾ ഇപ്പം ഞാൻ ഉച്ചക്ക് ഉൾപ്പെടെയുള്ള ഭക്ഷണം ഞാനിപ്പം രാവിലെ തയ്യാറാക്കി. ഇനിയിപ്പോൾ ഉച്ചക്ക് വരെയും പോകേണ്ട വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാം. ഇതാണ് നമ്മുടെ ജീവിതം. ഓക്കെ.